ഹലോ, ഇന്ന് നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്ന വണ്ടി മിനി കൂപ്പറിൻ്റെ 2014 മോഡൽ വണ്ടിയാണ്. 10-11 വർഷത്തെ പഴക്കം ഈ വണ്ടിക്കുണ്ട് ഓൾറെഡി. വന്നിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ നമ്മളെ സൈഡിലെ പ്ലാസ്റ്റിക്കുകളൊക്കെ റിനോവേഷൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്ലാസ്റ്റിക്കൊക്കെ ഫെയ്ഡായിരിക്കുന്നത്, കളർ ഫെയ്ഡായിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ പെട്രോൾ ടാങ്കിൻ്റെ നേരെ താഴെ പെട്രോൾ ഇറ്റിയ കലയാണ് ആ വെള്ള ഷെയ്ഡായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന വിധം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഷാമ്പു കലക്കിയ വെള്ളത്തിൽ 800-1000 നമ്പറുള്ള വാട്ടർ പേപ്പർ ഉപയോഗിച്ച് ആണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഷാമ്പു വെള്ളം കൊണ്ട് ആ പ്ലാസ്റ്റിക്കിനെ വൃത്തിയാക്കുന്നത്. ആ പെട്രോൾ ഇറ്റിയ ഭാഗങ്ങളൊക്കെ നല്ലോണം ഉരച്ച് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ആഷായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഉരച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആഷ് കളറാണ് വരിക. അതിനുശേഷം ഒരു ഹീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. പതുക്കെ നമ്മളത് ആ ഹീറ്റർ ഓൺ ചെയ്തിട്ട് അത് ഹീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഹീറ്റ് ആവുന്ന ഭാഗങ്ങളിൽ കളറ് വ്യത്യാസം വരുന്നതായി കാണാം. കുറച്ച് ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് വരുന്നത് കാണാം. ആ വെള്ള ആഷ് കളർ മങ്ങി വരുന്നതായിട്ടും വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ അത് അധികം ഹീറ്റാവാൻ പാടില്ല കേട്ടോ. കൂടുതൽ ഹീറ്റായി കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് ഉരുകിപ്പോവും. ഒരു മിതമായ രീതിയിൽ നമ്മളത് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. എല്ലാ പ്ലാസ്റ്റിക്കുകളും ബമ്പറും മറ്റുള്ള എല്ലാ വണ്ടിയുടെ എല്ലാ പ്ലാസ്റ്റിക് പാർട്സുകളും ബ്ലാക്ക് ആഷ് ഷെയ്ഡിലേക്ക് പോയത് ഒക്കെ നമുക്കിതുപോലെ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ കണ്ടില്ല, പെട്രോൾ ഉറ്റിയ ഭാഗം തന്നെ നിങ്ങൾക്ക് നോക്കൂ, കളർ മാറിയല്ലോ, ബ്ലാക്ക് കളറിലേക്ക് വന്നു. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. തൊട്ട് മുകളിൽ പെട്രോൾ ടാങ്കാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ ഈ വർക്കുകളൊക്കെ. ഇത് ഈസി ആയിട്ട് നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന വർക്ക് തന്നെയാണ്. ഹീറ്റർ വേണമെന്നേ ഉള്ളൂ. ഈ വർക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആഷ് ഷെയ്ഡ് മാറി ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ 4 ഭാഗവും നമുക്ക് ചെയ്യാനുണ്ട്. ഇതിലെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ബാക്കി കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയിൽ കാണാം, ബ്ലാക്കായി ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.